യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 22 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക. ഈശോയ്ക്ക് ഇഷ്ടമുള്ള സമയമാണ് രാത്രി സമയത്തുള്ള പ്രാർത്ഥന. അങ്ങനെ ഈശോ പ്രാർത്ഥിക്കാൻ പോയി ശിഷ്യന്മാരോട് മറുകരയ്ക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഈശോ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ സഹോദരന്മാർ, ശിഷ്യന്മാർ, അവർ വഞ്ചി തുഴയാൻ ആരംഭിച്ചു. മറുകരയ്ക്ക് പോകണം, വഞ്ചി തുഴയാണ്. ഒരുപാട് സമയം വഞ്ചി തുഴഞ്ഞിട്ടുണ്ട്. കാരണം കാറ്റ് അവർക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ്. കാറ്റ് വീശുന്നുണ്ട്. ഒരു 8 മണിക്കൂറെങ്കിലും പാവങ്ങൾ കഷ്ടപ്പെട്ട് വഞ്ചി തുഴഞ്ഞിട്ടുണ്ട്. 3 മൈൽ ദൂരേ ഉള്ളൂ, അത്ര എത്താൻ പറ്റിയിട്ടുള്ളൂ ഈ 8 മണിക്കൂർ അവർ തുഴഞ്ഞിട്ട്. എന്നിട്ടും തുഴയാണ്. വഞ്ചി തുഴയണത് അവർ നിർത്തിയിട്ടില്ല. അവരിങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്തും അങ്ങനെ ഒരു പ്രതീക്ഷ അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പേടിച്ചിട്ടില്ല. പക്ഷേ അവരിങ്ങനെ വഞ്ചി തുഴഞ്ഞ് ചിലപ്പോഴൊക്കെ മനസ്സുകൊണ്ട് ഈ എന്നാ ഇത് എത്താത്തത്, ഇത് എത്ര നേരമായി, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകണം. അങ്ങനെ ഇരിക്കുകയാണ് ഈശോ വെള്ളത്തിന് മീതെ നടന്നു വരുന്നത് അവർ കാണുകയാണ്. വെള്ളത്തിന് മീതെ നടന്നു വരുന്നത് അതുവരെയും അങ്ങനൊരു സംഭവം അവർ കണ്ടിട്ടുമില്ല, അവർ കേട്ടിട്ടുമില്ല, അവർക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് അവരുടെ ഇടയിൽ അന്നൊരു വിശ്വാസമുണ്ട്, ഈ കടൽ എന്നൊക്കെ പറയണത് തിന്മയുടെ ആവാസ കേന്ദ്രമാണ്, പിശാചുക്കൾ വസിക്കുന്ന സ്ഥലമാണ് കടൽ. അങ്ങനെ ഒരു ചിന്താഗതി അന്നത്തെ കാലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോ നടന്നു വരുന്നത് കണ്ടപ്പം ശിഷ്യന്മാരെല്ലാവരും കൂടെ വിചാരിച്ചു, ദാണ്ടെ വരുന്നു ഭൂതം. എല്ലാവരും കൂടെ ഉറക്കെ, നമ്മുടെ പത്രോസ് അടക്കം, ഒന്ന് ഓർത്തോക്ക്, പത്രോസ് നേതാവ്, ലീഡർ, പത്രോസ് അടക്കം എല്ലാവരും കൂടെ ഉറക്കം നിലവിളിച്ചു, ദേ വരുന്നേ, ഭൂതം വരുന്നേ എന്നും പറഞ്ഞിട്ട് നിലവിളിക്കുകയാണ്. ഈശോ പറഞ്ഞു, പേടിക്കണ്ട, ഇത് ഞാനാണ്, പേടിക്കണ്ട. ഇതൊക്കെ പറഞ്ഞപ്പോൾ പത്രോസിനൊരു സംശയം, ഇത് കർത്താവാണോ? എന്നാൽ പിന്നെ കർത്താവ്, ഞാൻ അങ്ങോട്ട് വരട്ടെ. എവിടേക്ക്? വെള്ളത്തിലേക്ക്, വഞ്ചിയിൽ നിന്ന് വെള്ളത്തിലേക്ക് നടന്ന് നിൻ്റെ അടുത്തേക്ക് നടന്നു വരട്ടെ. വെള്ളത്തിൻ്റെ മീതെ എനിക്ക് നടക്കാൻ എനിക്ക് അനുവാദം തരുമോ, എനിക്ക് അനുഗ്രഹം തരുമോ? അങ്ങനെ ചോദിക്കുക പത്രോസ്. ഉടനെ ഈശോ പറഞ്ഞു, അതിനെന്നാ നീ ഇങ്ങോട്ട് പോന്നേര്. പത്രോസ് വഞ്ചിയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ സ്റ്റെപ്പ് വെച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി. ആദ്യത്തെ സംഭവമാണ്. ബാക്കി 11 പേരും കൂടെ പത്രോസിനോട് പറഞ്ഞിട്ടാ, നീ വെറുതെ പണിക്ക് പോകല്ലേ, ഇതൊക്കെ വലിയ അപകടം, അത് ആർക്ക് പറ്റും ഇങ്ങനെയൊക്കെ? ഈശോയ്ക്ക് നടക്കാൻ പറ്റണ പോലെ നിനക്ക് നടക്കാൻ പറ്റില്ല, നീ വെറുതെ പോയേക്കല്ലേ. ബാക്കി 11 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പക്ഷെ പത്രോസ് പിന്തിരിഞ്ഞു പോയില്ല. പത്രോസ് അങ്ങനെ പേടിക്കാനൊന്നും പോയില്ല. 11 പേരുടെ സ്വരത്തിന് പത്രോസ് വില കൊടുത്തില്ല. മുന്നിലുള്ള ഈശോയെ മാത്രം പത്രോസ് കണ്ടു. പത്രോസ് അങ്ങോട്ട് നടക്കുകയാണ്, മുന്നോട്ട് നടക്കുകയാണ്. കർത്താവിനെ കണ്ട് മുന്നോട്ട് സ്റ്റെപ്പ് വെച്ച് നടക്കുന്ന പത്രോസ് പെട്ടെന്ന് മനസ്സിലാക്കി, കാറ്റ് ദാ വരുന്നു വലിയ ശക്തിയോടെ. അതുവരെയും കാറ്റുണ്ടായിരുന്നു, ഈശോ ഉണ്ട്, എന്നിട്ടും കാറ്റുണ്ട്. പക്ഷേ ആ സമയത്ത് വെള്ളത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ പോകുന്ന സമയത്ത് വീണ്ടും കാറ്റ് വന്നു എന്ന് ബോധ്യം വന്നപ്പം പത്രോസ് ഒറ്റ വീഴ്ചയാണ്, ദേ പോകുന്നു വെള്ളത്തിൻ്റെ അടിയിലേക്ക്. പോണ വഴിയിൽ പത്രോസ് ഒരു കരച്ചിൽ കരഞ്ഞു, കർത്താവേ രക്ഷിക്കണേന്നൊരു പ്രാർത്ഥന. അതുവരെ ആ മനുഷ്യൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മരണത്തെ മുന്നിൽ കണ്ടിട്ടുള്ള പോക്കാണ്. ഇനി രക്ഷയില്ല എന്ന് തോന്നുകയാണ്. ഇനി ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. 11 പേരും കൈയടിച്ച് പാട്ട് പാടും. കാരണം അവരാദ്യമേ പറഞ്ഞിട്ടുണ്ട്, മേലാൽ പോകല്ല, ഇത് വലിയ അപകടം, വിഡ്ഢിത്തരം അവർ പറഞ്ഞ് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പത്രോസ് അവരെ ശ്രദ്ധിക്കാതെ ഇറങ്ങിയതാണ്. അവർ സഹായിക്കുന്നു ഒരു ഉറപ്പില്ല. മുൻപിലുള്ള ഈശോയ്ക്ക് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ? ഒരു വിശ്വാസമൊന്നും ബോധ്യമൊന്നും വലിയ കാര്യമായിട്ട് പത്രോസിന് വന്നിട്ടില്ല. പക്ഷെ കർത്താവ് വെള്ളത്തിലേക്ക് പോണ വഴിയിൽ ഒറ്റ പ്രാർത്ഥന, ചിന്തിച്ചിക്കാൻ നേരമല്ലോ, പത്രോസ് പോണ വഴിയിൽ ഒറ്റ വിളി, കർത്താവെ രക്ഷിക്കണേ. അങ്ങ് പ്രാർത്ഥിക്കാൻ കർത്താവ് കൈ നീട്ടിക്കൊടുത്തു. എന്നിട്ട് പിടിക്ക് പത്രോസെ, കയ്യെ പിടിക്ക് പത്രോസെ, കയ്യെ പിടിച്ച് കരകയറ്റി. എന്നിട്ടോ 2 പേരും കൂടെ നടന്ന് വഞ്ചിയിൽ കയറുക. നമ്മളൊരു വലിയ സംഭവം കാണും. 2 പേരും വഞ്ചിയിൽ കയറിയപ്പം കാറ്റ് ശമിച്ചു. യേശുവിൻ്റെ കയ്യെ പിടിച്ച് നടന്നപ്പം കാറ്റ് ശമിച്ചു. യേശുവിൻ്റെ കരം പിടിക്കാൻ ഭാഗ്യം കിട്ടിയപ്പം കാറ്റ് ശമിച്ചു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ കാറ്റ് വീശുന്ന അനുഭവം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ ജീവിതത്തിലും ഉണ്ടാവും. എല്ലാ ജീവിതങ്ങളിലും ഇങ്ങനെ കൊടുങ്കാറ്റ് വീശുന്ന അനുഭവങ്ങളുണ്ട്. ഒരു കാലഘട്ടത്തിൽ അതെപ്പോഴെങ്കിലും, ചിലപ്പം ആദ്യ നാളുകളിലാവും, കുഞ്ഞുനാളുകളിലാകാം, അല്ലെങ്കിൽ ഒരു യൗവന കാലഘട്ടത്തിലാകാം, അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുമ്പോഴാകാം. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആഞ്ഞാഞ്ഞ് കാറ്റ് വീശുന്ന, കൊടുങ്കാറ്റ് വീശുന്ന അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകാം. പക്ഷേ ഏതൊരു കാറ്റ് വീശുന്ന സമയവും
ക്രിസ്തുവിനെ മുഖാഭിമുഖം കാണാനുള്ള ഒരവസരമാണ്. അത് നീ മറന്നേക്കല്ല. നിൻ്റെ ക്രിസ്തുവിനെ, നിൻ്റെ ഫേസ് ടു ഫേസ്, നിൻ്റെ മുഖത്തോട് ചേർന്ന് നിൽക്കുന്ന നിൻ്റെ ക്രിസ്തുവിനെ കാണാൻ ഒരവസരമാണ്. ശിഷ്യന്മാർ കാറ്റ് വീശിയപ്പോഴാണ് വെള്ളത്തിൻ്റെ മീതെ നടന്നു വരുന്ന ക്രിസ്തുവിനെ കണ്ടത്. അതുവരെ അവരങ്ങനെ വെള്ളത്തിൻ്റെ മീതെ കൂടെ ഈശോ ഇങ്ങനെ വരുന്നത് അനുഭവിച്ചു അവർക്കുണ്ടായിട്ടില്ല. അവർക്കത് അങ്ങനത്തെ ഒരു സംഭവം അവർ സ്വീകരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, പരിചയമില്ല. പക്ഷേ അന്ന് അവർ ആദ്യമായിട്ട് കണ്ടു ഈശോ വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നത്. തന്നെയല്ല, പത്രോസിനെയും വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ അനുവദിക്കുന്നത് അവർ കണ്ടു. അവർക്ക് ബോധ്യമായി പത്രോസ് ഒരിക്കലും മറക്കുകയല്ല. വേറെ എന്തൊക്കെ മറന്നിട്ടുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ മീതെ കൂടെ പത്രോസ് നടന്നത് പത്രോസ് മറക്കാൻ വഴിയില്ല. കാരണം അത് വലിയൊരു റിസ്ക്കായിരുന്നു, അത് വലിയ മുന്നോട്ടുള്ളൊരു കാൽവെപ്പായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് ഒരു വലിയ സാഹസ പ്രവൃത്തി തന്നെയായിരുന്നു പത്രോസ് ചെയ്തത്. പത്രോസ് അത് മറക്കുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈശോ നിൻ്റെ കൂടെ ഉണ്ടാവും ഏത് കാറ്റ് വീശുന്ന സമയത്തും. കൊടുങ്കാറ്റുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തം, മാറ്റമില്ലാത്ത സത്യം. അങ്ങനെയെങ്കിൽ ഈ കൊടുങ്കാറ്റുള്ള സമയത്ത് ക്രിസ്തു നിൻ്റെ കൂടെയുള്ളത് ഒരിക്കലും മാറ്റമില്ലാത്ത കാര്യം. ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടാവും, ക്രിസ്തു നിൻ്റെ അരികിലുണ്ടാവും. തന്നെയല്ല, ക്രിസ്തുവിൻ്റെ കരം പിടിക്കാൻ ഒരവസരം കൂടെയാണ്. കാറ്റ് വീശുന്ന സമയം ക്രിസ്തുവിൻ്റെ കരം പിടിക്കാൻ ഒരവസരമാണ്. ഏത് തകർച്ചയാണെങ്കിലും ക്രിസ്തുവിൻ്റെ കരം പിടിക്കാൻ നിനക്കൊരവസരമാണ്. ഞാൻ ഓർക്കുന്ന ഒരു സഹോദരി ധ്യാനിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ വലിയൊരു ആവശ്യമായിട്ടാണ് ധ്യാന സെൻറ്ററിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, എന്താ ആവശ്യം, ഇത്ര വലിയ ആവശ്യം എന്താണ്? ഉടനെ എന്നോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ച് എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ സമയത്താണ് കല്യാണം കഴിച്ച ഭർത്താവ് ക്യാൻസർ വന്നിട്ട് മരിക്കുക. അങ്ങനെ ഈ കുഞ്ഞിനെ തന്നെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടെ വേറൊരു വിവാഹം ആലോചിക്കണം, നടത്തണം എന്നൊക്കെ നിർബന്ധിച്ചു. അങ്ങനെ കുഞ്ഞും സമ്മതിച്ചൊക്കെ അങ്ങനെ വേറൊരു വിവാഹം കഴിച്ചു. രണ്ടാമത് വിവാഹം കഴിച്ച ആൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസർ വന്നിട്ട് മരിച്ചിട്ടുള്ളതാണ്. നല്ലൊരു കുടുംബം. ആ സഹോദരൻ്റെ കൂടെ രണ്ടുപേരുടെയും രണ്ടാമത്തെ വിവാഹം അവർ പള്ളിയിൽ വിവാഹം എന്ന കൂദാശയാൽ വീണ്ടും അവരൊന്നിച്ച് ജീവിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഈ മകനും ഈ അപ്പനും അമ്മയും രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട്. ഈ സഹോദരി നഴ്സാണ്, ജോലിയാണ്. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ സമാധാനവും സന്തോഷമായിട്ട് കഴിയുന്നു, പ്രാർത്ഥനയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ഈ സഹോദരിക്ക് ശരീരത്തിലൊരു ചെറിയൊരു തടിപ്പ് ഒരു സ്ഥലത്ത് അനുഭവപ്പെടുകയാണ്. എന്തോ ഒരു അപാകത തോന്നി. നേഴ്സായിരുന്നതുകൊണ്ടും ഹോസ്പിറ്റലിൽ ആണ് ജോലി ചെയ്യുന്നതുകൊണ്ടും ഭർത്താവിനോട് പെട്ടെന്ന് പറഞ്ഞില്ല. തനിച്ച് ചെക്കപ്പിന് വിധേയപ്പെടുകയാണ്. ഇതെന്താണ് എന്ന് ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ടെസ്റ്റിനെ കൊണ്ടുപോകുന്ന എങ്ങനെയോ ഈ മകൻ ചെറിയ സംശയം തോന്നി. മകൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അമ്മ ഇതെന്തിനാ ഇങ്ങനൊരു ടെസ്റ്റ്, അമ്മ ഇതെന്തിനാ ഇങ്ങനത്തെ ഒരു റിസൾട്ട്, ഇതെന്താ പ്രശ്നം, അമ്മ എന്താ ഇത്, ഇടയ്ക്കിടയ്ക്ക് ആ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞിൻ്റെ അടുത്ത് അമ്മ ഒന്നും വെളിപ്പെടുത്തി കൊടുത്തില്ല. ഒടുവിൽ എല്ലാ ടെസ്റ്റുകളുടെയും റിസൾട്ട് വന്നപ്പം ക്യാൻസർ ആണ് എന്ന് മനസ്സിലാവുകയാണ്. ഈ സഹോദരിക്ക് ക്യാൻസർ ഉണ്ട് എന്ന വാർത്ത രണ്ടാമത് കല്യാണം കഴിച്ച ആ വ്യക്തിയോട് പറയാൻ ധൈര്യം കിട്ടുന്നില്ല. കാരണം അദ്ദേഹം ഒരു ആദ്യത്തെ ഭാര്യ മരിച്ചത് ക്യാൻസറായിട്ട്, വീണ്ടും കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് ഒരു ക്യാൻസറിൻ്റെ രോഗം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് അദ്ദേഹം അപ്പം തന്നെ വല്ല അറ്റാക്ക് വന്ന് മരിച്ചു പോകും. ഈ സഹോദരി പേടിച്ചു പോയി. ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ സിസ്റ്ററെ, എനിക്ക് ഭർത്താവിനോട് പറയാനുള്ള ധൈര്യം കിട്ടിയില്ല. പകരം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, വളരെ അത്യാവശ്യമായിട്ട് അമ്മയ്ക്കൊരു ധ്യാനം കൂടാൻ പോകണം, അമ്മ ധ്യാനം കൂടാൻ പോകുന്നു, പോയിട്ട് വരുമ്പം ബാക്കി വിശേഷമൊക്കെ പറയാമെന്ന് പറഞ്ഞ് വീട്ടിലെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഭർത്താവിൻ്റെ അനുവാദത്തോടെ, എന്നാൽ രോഗമുണ്ടെന്ന് ഭർത്താവിനെ അറിയിച്ചിട്ടില്ല, ഈ സഹോദരി ധ്യാന സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, ക്യാൻസർ മാറാതെ ധ്യാന സെൻറ്റർ വിട്ട് പോകുന്ന പ്രശ്നമില്ല, ക്യാൻസർ മാറ്റിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇത് വലിയൊരു കൊടുങ്കാറ്റ് വീശുന്ന അനുഭവമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നിനക്ക് വിശ്വാസമുണ്ടോ ക്യാൻസർ മാറുമെന്ന്? എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്, ഇത് മാറിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അങ്ങനെയെങ്കിൽ ഈശോ തൊടട്ടെ, ഈശോ പ്രവർത്തിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും, ടീമിലെല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സഹോദരി പ്രാർത്ഥന ആരംഭിച്ചു. ധ്യാനത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണാം, വിശ്രമ സമയങ്ങളിലൊന്നും ഒരു മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളയല്ല. മുഴുവൻ സമയവും പ്രാർത്ഥനയാണ്. മുഴുവൻ സമയവും യേശുവേന്ന് വിളിച്ചുള്ള, ആരാധനയുടെയൊക്കെ മണിക്കൂറിൽ യേശുവേന്ന് വിളിച്ചുള്ള കരച്ചിൽ കേൾക്കായിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കും, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കണം. ക്യാൻസർ മാറാൻ വേണ്ടിയിട്ട് തന്നെയല്ല, അവരുടെ കുടുംബത്തിൽ വീണ്ടും ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ വീണ്ടും ഒരു തകർച്ചയുടെ അനുഭവം താങ്ങാൻ മറ്റുള്ളവർക്കും കൂടെ പറ്റുകയല്ലോ ദൈവമേ, അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നീ ഇടപെട്ടേ പറ്റൂ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൻ്റെ അടുത്ത് മക്കൾക്ക് എന്തും പറയാലോ.
അപ്പനോട് മക്കൾക്ക് എന്തും പറയാലോ, സൗഖ്യം വേണമെന്നും ശക്തി തരണമെന്നും ധൈര്യം തരണമെന്നും എന്തും പ്രാർത്ഥിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഹോദരി ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുകയാണ്, കർത്താവേ രക്ഷിക്കണേ. പത്രോസ് പറഞ്ഞ പോലെ തന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ധ്യാനം കഴിഞ്ഞു. ഈ സഹോദരി പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ ഈശോ എന്നെ തൊട്ടു എന്നെനിക്ക് ഉറപ്പാണ്. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ പറയാൻ എനിക്ക് പ്ലാനില്ല. ഞാൻ ചെന്നിട്ട് വീണ്ടും ഞാനൊരു ചെക്കപ്പിന് വിധേയപ്പെടും. ചെക്കപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ട് അറിയട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് കാര്യങ്ങൾ പറയും. അടുത്ത ധ്യാനത്തിന് ഞാൻ എൻ്റെ ഭർത്താവിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും ധ്യാനിക്കാൻ, അന്നേരം ഞാൻ സാക്ഷ്യം പറയും എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരി പോയി. ധ്യാനം കഴിഞ്ഞു പോയി. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാ ചെക്കപ്പും നടത്തി, എല്ലാ ടെസ്റ്റുകളും ചെയ്തു. ആരും അറിയാതെ തന്നെ നഴ്സായിരുന്നതുകൊണ്ട് എല്ലാ റിസൾട്ടും വന്നു. അതിലെല്ലാം ഒരേപോലെ റിസൾട്ട്. എന്ത്? ക്യാൻസർ ഈ സഹോദരിക്ക് ഇല്ല. കർത്താവ് അത്ഭുതകരമായിട്ട് ഹീലിംഗ് കൊടുത്തിരിക്കുകയാണ്. ഈ സഹോദരി അധികം വൈകാതെ ഭർത്താവിനെയൊക്കെ കൊണ്ട് ധ്യാനിക്കാൻ വന്നത് ഞാൻ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാൻ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണ് നിറഞ്ഞിട്ട് കർത്താവെ രക്ഷിക്കണേ എന്ന് ആര് നിലവിളിക്കുന്നുവോ അവരെ കർത്താവ് കാണും. അവരെ കർത്താവ് സ്നേഹിക്കും. അവരെ കർത്താവ് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. കാരണം നിലയില്ലാണ്ട് വിളിക്കുമ്പോഴാണ് നിലവിളിയായിട്ട് മാറുക. വേറെ ഒരു പിടുത്തവും ഇല്ല, വേറെ ഒരു ആശ്രയവും ഇല്ല, വേറെ ആരുമില്ല സഹായിക്കാൻ. എൻ്റെ കർത്താവേന്ന് അത് വെറുതെ ഒച്ചയുണ്ടാക്കുന്നതല്ല, വെറുതെ ബഹളം വയ്ക്കുന്നതല്ല, വെറുതെ കാറിക്കൂവുന്നതല്ല. അത് മനസ്സിൽ നിന്ന്, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നിലവിളിയാണ്. ഒരു പക്ഷേ കണ്ണുനീരൊന്നും വരുമല്ല, അത് ഒരു ഹൃദയം മുഴുവനും പറിച്ചെടുത്തിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനം എങ്ങനെ പറയും? നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വേദനകളിൽ, പരാജയങ്ങളിൽ ദാ മുങ്ങിത്താഴാൻ പോകുന്നു, ദാ മരണം മുമ്പിൽ, തൊട്ട് മുമ്പിൽ. ആ സമയത്തും നിൻ്റെ ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയല്ല. എല്ലാം തകർന്നേ എന്ന് പറഞ്ഞിട്ട് നീ വിഷമിച്ച് പോകല്ല. ആത്മധൈര്യം തളരാതെ, നഷ്ടപ്പെടുത്താതെ, കൃപയിൽ വീണ്ടും ജ്വലിച്ച് വലിയ ശക്തിയോടെ മുന്നോട്ട് പോകണം. അതാണ് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യരുടെ കരം പിടിച്ചാൽ നമ്മൾ വീണുപോകും, ഉറപ്പ്. മനുഷ്യരിൽ ആശ്രയം വെച്ചാൽ, ജീവിത പങ്കാളിയിൽ, മക്കളിൽ, മാതാപിതാക്കളിൽ, സുഹൃത്തുക്കളിൽ, അധികാരികളിൽ, സഹോദരങ്ങളിൽ നീ ആശ്രയം വെച്ചാൽ അത് മുഴുവൻ തകർന്നു പോകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നിൻ്റെ ജീവിത പങ്കാളി നിന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ടാവും. ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, ഒരു കഷ്ടപ്പാടില്ല. എന്തിനും ഏതിനും സഹകരിക്കുന്ന, സ്നേഹം മാത്രം തരുന്ന, എല്ലാം മനസ്സിലാക്കുന്ന ജീവിത പങ്കാളിയാണെങ്കിലും ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. നിൻ്റെ ദൈവത്തിന് മാത്രമേ പൂർണ്ണമായിട്ടും നിന്നെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിൻ്റെ ദൈവം മാത്രമേ എല്ലാ സമയവും, എല്ലാ കാലയളവിലും നിൻ്റെ കൂടെ ഉണ്ടാകത്തുള്ളൂ എന്ന സത്യം നീ മറന്നേക്കല്ല. അതുകൊണ്ട് തന്നെ ഈ കർത്താവിനെ വിളിക്കാൻ നമ്മൾ മടി കാണിക്കില്ല. ഒരു പ്രാവശ്യം ദൈവം അനുഭവം തന്നിട്ട്, സൗഖ്യം തന്നിട്ട്, പിന്നെ അത് അടക്കി ഒരു മൂലയിൽ ഒതുങ്ങുന്ന പോലെ ഒളിച്ചിരിക്കില്ല. കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങണം. മനുഷ്യരുടെ കരം പിടിച്ചാൽ നീ താഴും, ദൈവത്തിൻ്റെ കരം പിടിച്ചാൽ നീ ഉയരും. ഞാൻ ഓർക്കുന്നു, എൻ്റെ അമ്മയ്ക്ക്, ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അമ്മയ്ക്ക് വലിയൊരു രോഗാവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈശോ അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം കൊടുത്തു. എന്നിട്ടോ ഈ സൗഖ്യം കിട്ടിയിട്ട് ഏകദേശം 1 വർഷത്തോളം മമ്മി ഒരിടത്തേക്കും പോയില്ല, ഒരു സ്ഥലത്തേക്കും പോയില്ല. അന്നൊക്കെ കരിസ്മാറ്റിക് ശുശ്രൂഷകൾ തുടങ്ങുന്നേ ഉള്ളൂ, അന്ന് അത്രയും അറിയത്തില്ല. എങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമോ അതെവിടെയാണെന്ന് അന്വേഷിക്കാനോ, അങ്ങനെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ധ്യാനം അത് ഉണ്ടോ, എവിടെയാണ്, എന്താണ്, അതൊന്നും അന്വേഷിക്കാനുള്ളൊരു പരിശ്രമം ഉണ്ടായിട്ടില്ല. കാരണം സൗഖ്യം കിട്ടി, സന്തോഷമായി, സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നു. എല്ലാ ജോലികളും ചെയ്ത് സമാധാനം, സന്തോഷം, അങ്ങനെ പറഞ്ഞ് വീട്ടിലിരുന്നു. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടും ഈശോയ്ക്ക് മനസ്സിലായി ഈ ആൾ ഇറങ്ങാൻ വഴിയില്ല, ഈ ആൾ പ്രേക്ഷിത വേല ചെയ്യാൻ റെഡിയല്ല, അല്ലെങ്കിൽ ഈ ആൾ ഇനി ഇങ്ങനെ പോയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് വന്ന രോഗം പിന്നെയും പതുക്കെ ലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങി, അസ്വസ്ഥതകൾ കാണാൻ തുടങ്ങി. ഉടനെ അന്വേഷിച്ചു എവിടെയാണ് ഇനി ധ്യാന സെൻ്റർ ഉള്ളത്. അന്നേരമാണ് പെട്ടെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത്, എവിടെയാണ് ധ്യാന സെൻ്റർ. പെട്ടെന്ന് മനസ്സിലായി പോട്ട ആശ്രമത്തിൽ ഇങ്ങനെ പ്രാർത്ഥന ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ പോയി ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിലച്ഛനെയൊക്കെ കണ്ടു, പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. കുറേ നാൾ നായിക്കമ്പറമ്പിലച്ഛൻ്റെ കൂടെ എൻ്റെ അമ്മ സാക്ഷ്യം പറയാൻ പോയതൊക്കെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യരുടെ കരം പിടിച്ചാൽ
താണുപോകും. ദൈവത്തിൻ്റെ കരം പിടിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം. എന്ന് പറഞ്ഞാൽ നിരന്തരം ദൈവത്തിൽ ആശ്രയിക്കണം. എനിക്ക് സൗഖ്യം കിട്ടി, എനിക്ക് സന്തോഷമായി, എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഒരു മുറിക്കുള്ളിൽ ഞാൻ ഒതുങ്ങിക്കൂടല്ല. ഞാൻ ഒരു സ്ഥലത്ത് തന്നെ ആയിരുന്നേക്കല്ല. എൻ്റെ ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹത്തിനൊത്ത് മുന്നോട്ട് നീങ്ങാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ദൈവത്തിനൊപ്പം ജീവിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഏത് രീതിയിലും കൊടുങ്കാറ്റ് വരാട്ടോ, എങ്ങനെയും കൊടുങ്കാറ്റ് വരാം. നിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റില്ലാത്ത ജീവിതം ഒരു അവസ്ഥ ഉണ്ടാകുകയല്ല. എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരാം. പ്രലോഭനങ്ങളുടെ രൂപത്തിൽ കൊടുങ്കാറ്റ് വരാം. പ്രലോഭനങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താവും ചില പ്രലോഭനങ്ങൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ വിദേശത്ത് നിന്ന് ഒരു ഫോൺ എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ്, സിസ്റ്ററെ, ഞാൻ കഴിഞ്ഞ ദിവസം നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ചു, 2-3 മണിക്കൂർ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു, ഒത്തിരി ജപമാല ചൊല്ലി, ബൈബിൾ വായിച്ചു, കുറേ നാളായിട്ട് പ്രാർത്ഥനയൊക്കെ മുടങ്ങിക്കിടക്കുമായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ചു, കണ്ണ് നിറഞ്ഞിട്ടാണ് കുമ്പസാരിച്ചത്, മേലിൽ ഒരു പാപവും ചെയ്യാൻ എന്നെ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പേഴ്സണൽ പ്രയറൊക്കെ വളരെ സ്ട്രോങ് ആക്കി, വളരെ ശക്തിയോടെ. ഇന്നലത്തെ ദിവസം അങ്ങനെ, ഇന്ന് നേരം പാണ്ഡെ കമ്പനിയിൽ ജോലിക്ക് പോയതാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ഈ യുവാവ്, നല്ല മിടുമിടുക്കനാണ് ഈ യുവാവ്. ഈ സഹോദരൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറയാം, സിസ്റ്ററെ, വല്ലാത്തൊരു പ്രലോഭനം, എന്നെ പാപം ചെയ്യിപ്പിക്കാൻ, ഏത് വിധേനയും എന്നെ കീഴടക്കാൻ തയ്യാറാക്കുന്ന രീതിയിലായിരുന്നു 1-2 പേരുടെ പ്രതികരണങ്ങൾ. എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു സിസ്റ്ററെ. ഭാര്യയും മക്കളൊക്കെ വീട്ടിലുണ്ട്. ഒരു കാര്യവും ഭാര്യയോട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയത്തില്ല. ഭാര്യ സംശയമാവും, പിന്നെ പ്രശ്നമാവും. എനിക്ക് എന്തോ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കൃപയും ചോർന്നു പോയ പോലെ എനിക്ക് തോന്നുന്നു. വല്ലാത്ത സങ്കടം. ഈ സഹോദരൻ വിദേശത്തു നിന്ന് ഫോണിൽ വിളിച്ചിട്ട് വിട്ട് കരയാൻ. ഞാൻ കുറേ ആശ്വസിപ്പിച്ചു. ഈശോ അല്ലേ കൂടെയുള്ളത്. ഈ കാറ്റ് വീശുമ്പോൾ കർത്താവിൻ്റെ കരം അടുത്തുണ്ട്. നീ കർത്താവിനെ കണ്ടേ, കർത്താവ് കൈ നീട്ടിപ്പിടിക്കുന്നത് കണ്ടേ, ആ കയ്യിൽ നീ കയറി പിടിച്ചേ, എന്നിട്ട് ഈശോയെന്ന് നീ വിളിച്ചേ. അങ്ങനെ ഈ മോനെ ഓരോന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ആ കാറ്റങ്ങ് വീശി അതങ്ങ് നിന്നുപോയി. പിന്നീട് ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈശോ എൻ്റെ സഹായത്തിന് എൻ്റെ കൂടെയുണ്ട്. പാപത്തിൽ വീഴാൻ എന്നെ ദൈവം അനുവദിച്ചില്ല. പഴയ നിയമത്തിൽ ജോസഫിൻ്റെ അനുഭവം നമ്മൾ ഓർക്കുന്നില്ലേ? പൊത്തിഫറിൻ്റെ ഭാര്യ പാപം ചെയ്യാൻ പിന്നെയും പ്രേരിപ്പിക്കുകയാണ്. എത്ര പ്രാവശ്യം അവൾ വന്നിട്ട് പ്രലോഭനം കൊടുത്തത്, എത്ര പ്രാവശ്യം. ആരും അറിയാണ്ട് സൂത്രത്തിൽ ആരും ഇല്ലാത്തപ്പോഴാണ് ഓടി വരിക. ആരും അടുത്തില്ല എന്ന് ബോധ്യം വരുമ്പോൾ അവൾ അന്നേരം വരും. എന്നിട്ട് പിന്നെയോ ചെറിയ സ്വരത്തിൽ ഒന്ന് വരൂ അവളിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ ജോസഫ് വളരെ വിവേകമുള്ള ജ്ഞാനമുള്ള മകനായിരുന്നതുകൊണ്ട് തിരുവചനത്തിൽ കൃത്യം എഴുതി വെച്ചിരിക്കുന്നു, അവളുടെ അടുത്തൊന്നിരിക്കാൻ പോലും അവൻ കൂട്ടാക്കിയില്ല. ജോസഫ് വളരെ ശക്തനായിരുന്നു. പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ശക്തിയുള്ള ജീവിതമായിരുന്നു ജോസഫിൻ്റേത്. ഏത് സമയവും പ്രലോഭനങ്ങളുടെ കാറ്റ് നിൻ്റെ ജീവിതത്തിൽ വീശാം. ഏത് സമയവും പ്രലോഭനങ്ങൾ ആഞ്ഞു വീശാം. ഇല്ലയെന്ന് നീ വിചാരിക്കില്ല. എല്ലാം തീർന്നു, വിശുദ്ധനായി, ഇനി ഒരു പ്രശ്നവുമില്ല, മദ്യപാനമൊക്കെ നിർത്തിയില്ലോ, കുറ്റം പറച്ചിലൊക്കെ നിർത്തിയില്ലോ, ഇനി അലസതയൊന്നുമില്ലല്ലോ, ഇനി വളരെ ശ്രദ്ധയോടെയാണല്ലോ ജീവിക്കുന്നത്. ഒരിക്കലും ചിന്തിച്ചേക്കില്ല. ഏത് സമയവും ഈ പ്രലോഭനത്തിൻ്റെ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. വിശുദ്ധനാണെങ്കിലും പാപിയാണെങ്കിലും ഈ പ്രലോഭനം എല്ലായ്പ്പോഴും ഉണ്ടാവും. വിശുദ്ധർക്ക് പാപം ചെയ്യാനുള്ള പ്രലോഭനം, പാപത്തിൽ കഴിയുന്നവർക്ക് മേലിൽ പാപത്തിൽ നിന്ന് കരകയറാതിരിക്കാൻ പാകത്തിന് അതിൽ തന്നെ കിടക്കാനുള്ള പ്രലോഭനം. ഏത് രീതിയിലും പ്രലോഭനങ്ങളുണ്ടാവും, എങ്ങനെയും പ്രലോഭനങ്ങളുണ്ടാവും. വളരെ ശ്രദ്ധയോടെ വേണം നീ മുന്നോട്ട് പോകാൻ. ഈ കാറ്റ് നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, ഉടനെ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഒരു വലിയ പ്രലോഭനത്തിൽ അകപ്പെട്ടിട്ടാണ് നീ ഇരിക്കുന്നതെങ്കിൽ നീ ഉടനെ ഓർക്കണം, നിൻ്റെ ഈശോ നിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. നിൻ്റെ മനസ്സറിയുന്ന, നിൻ്റെ ജീവിതത്തെ വായിച്ചറിയുന്ന നിൻ്റെ ഈശോ നിൻ്റെ തൊട്ട് മുമ്പിലുണ്ട്. കൈ നീട്ടിപ്പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. മോനെ വാ കൈ പിടിക്കുക, മോളെ വാ കൈ പിടിക്കുക. ഈശോ നിൻ്റെ മുമ്പിൽ. നീ ഒരിക്കലും തനിച്ചല്ല. ഞാൻ വിഷമിച്ച് പോകുന്നു ഈശോ എന്ന് പറഞ്ഞിട്ട് നിനക്ക് കരയാം, കർത്താവേന്ന് വിളിക്കാം, നിനക്ക് കരയാം. നിൻ്റെ ഈശോ നിന്നെ സഹായിക്കും. മറ്റൊരു കൊടുങ്കാറ്റുണ്ട്, ആന്തരിക മുറിവുകളുടെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഭയം ഇങ്ങോട്ട് വന്നാൽ പിന്നെ നിന്നെ അങ്ങ് കീഴ്പ്പെടുത്തുകയാണ്. ഈ ഭയത്തിൻ്റെ മീതെ ചവിട്ടി നിൽക്കാൻ നിന്നെക്കൊണ്ട് ആകുകയില്ല. ഭയം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ ആകുലത അല്ലെങ്കിൽ ചില കോപത്തിൻ്റെ ശീലം, ഇതൊക്കെ നമ്മളെ അങ്ങ് എന്താ പറയുക അടിയിലാക്കുകയാണ്, നമ്മളെ അങ്ങ് അടിമത്തത്തിലേക്ക് നയിക്കുന്നൊരു അനുഭവം. കുറച്ച് നാൾ മുമ്പ് ഡെൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഈ സഹോദരി എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, സിസ്റ്ററെ, ഞാൻ ഒരു ക്ലിനിക്ക് ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടൊക്കെ ജോലി ചെയ്യുന്നു, പക്ഷേ എൻ്റെ വിവാഹം നടന്നിട്ടില്ല. എൻ്റെ മാതാപിതാക്കൾ 2 പേരും, അപ്പച്ചനും അമ്മയും, എന്നെ ഓർത്ത് വല്ലാതെ വേദനിക്കുകയാണ്.
വല്ലാത്ത വേദനയുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും മാതാപിതാക്കളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കല്യാണം ആയില്ലേ, കല്യാണം ശരിയായില്ലേ, ഇതുവരെ ഒന്നും നിങ്ങൾ അന്വേഷിച്ചില്ലേ, എന്തേ കല്യാണത്തെക്കുറിച്ചൊരു ശ്രദ്ധയില്ലാത്തത്, എന്തേ മകളുടെ കാര്യത്തിലൊരു ജാഗ്രതയില്ലാത്തത്, ഇങ്ങനെ മാതാപിതാക്കളെ കാണുന്നവരൊക്കെ കുറ്റപ്പെടുത്തും. ഈ സഹോദരി ഇവൾ പറയാൻ, സിസ്റ്ററെ ഒത്തിരി കാര്യങ്ങൾ വരുന്നു, ഞാനും മടുത്തു, എൻ്റെ മനസ്സും ഡിപ്രസ്ഡ് ആയി പോകുന്നു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ല. പേഷ്യൻസ് വരുമ്പോൾ, രോഗികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ സമാധാനത്തോടെ സ്നേഹത്തോടെ അവരോടൊന്ന് ഇടപെടാൻ ആഗ്രഹമുണ്ട് ഉള്ളിൽ, നല്ല സ്നേഹമുണ്ട് ഉള്ളിൽ, പക്ഷേ എനിക്കൊന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു സ്നേഹത്തോടൊരു വാക്ക് പോലും പറയാൻ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ മനസ്സൊക്കെ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്നു, എവിടുന്നോ എൻ്റെ ശക്തി മുഴുവനും ചോർന്നു പോയ പോലെ തോന്നുന്നു. കല്യാണം നടന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ് കാരണം. ഞാൻ ചുമോളെ നിനക്ക് എത്ര പ്രായമായി? 25 വയസ്സ്, അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ കുടുംബം മുഴുവൻ മരിച്ച വീട് പോലെയാണ്. വീട്ടിൽ കയറി ചെന്നാലും ആരും ആരോടും മിണ്ടുകയില്ല, എല്ലാവരും ഇങ്ങനെ അവരവരുടെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു, ഭക്ഷണം സമയത്ത് വന്ന് കഴിക്കുന്നു, പിന്നെ അവനവൻ്റെ മുറികളിൽ പോകുന്നു. ഒരു ഹോസ്റ്റൽ പോലെ എന്ന് പറഞ്ഞാൽ ഒരു സംസാരവും ഇല്ല, ചിരിയില്ല, കളിയില്ല, തമാശ പറയല്ല, എന്നാണ്ട് വിശേഷം, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചനകളൊന്നുമില്ല. വളരെ വേദനയുടെ അനുഭവം. കാരണം എത്രയേ ഉള്ളൂ, വിവാഹം നടന്നിട്ടില്ല. ഈ സഹോദരി എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, സിസ്റ്ററെ എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു ഡിപ്രഷൻ, കുറേ അധികം സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു, അവൾ ധ്യാനമൊക്കെ കൂടി ദൈവത്തെ അറിഞ്ഞു, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങി, സന്തോഷം ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. ഇവൾ ഹാപ്പി ആയപ്പോൾ, ഇവളുടെ മനസ്സിൻ്റെ ആ വലിയ സ്വാതന്ത്ര്യം ഇവൾ തിരിച്ചെടുത്തപ്പം ഈ സഹോദരി എന്നോട് പറയായിരുന്നു, സിസ്റ്ററെ വീട്ടിലുള്ളവർക്കും സമാധാനം, എൻ്റെ അപ്പച്ചനും അമ്മയും കുറേ കൂടെ സമാധാനം, എൻ്റെ ഡിപ്രഷൻ കണ്ടിട്ടാണ് അവർ വേദനിക്കാറ്, പക്ഷേ ഇപ്പോൾ അവർ നല്ല ഹാപ്പിയാണ്, അവർ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരി, കൊടുങ്കാറ്റ് വീശുട്ടോ, ഏത് രീതിയിലും എങ്ങനെ വേണേലും ഇടയ്ക്കിടയ്ക്ക് വീശും, അത് ഓർത്തുകൊണ്ടിരുന്നോണം. പക്ഷേ ഈ സമയത്തൊക്കെ നിൻ്റെ മുമ്പിൽ വന്നിട്ട് കർത്താവ് കരം നീട്ടി നിൽപ്പുണ്ട്. അത് കാണാൻ നിൻ്റെ കണ്ണുകൾ തുറക്കണം. കർത്താവിനെ കാണാൻ, മനുഷ്യരെ കണ്ടിട്ട് കാര്യമില്ല, കർത്താവിനെ കാണാൻ നിൻ്റെ കണ്ണുകൾ തുറക്കണം. അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതം ധന്യമാണ്, അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതം സ്വസ്ഥമാണ്, ശാന്തമാണ്. കുടുംബത്തിലെ അന്തരീക്ഷം, ചില അന്തരീക്ഷങ്ങൾ, ചില സംസാരങ്ങൾ, ചില തീരുമാനങ്ങൾ, ചില ഇടപെടലുകൾ, ചില അധ്വാന മേഖലകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൊടുങ്കാറ്റ് വീശുന്ന പോലെ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിൻ്റെ പ്രത്യേകത അറിയാലോ, അത് എന്തെങ്കിലുമൊക്കെ നാശം വിതയ്ക്കും, അത് എന്തെങ്കിലുമൊക്കെ തകർച്ചയുണ്ടാക്കും, മരണം പോലും സംഭവിക്കും. അതുപോലത്തെ അവസ്ഥയാണ് ഈ കൊടുങ്കാറ്റ് ഉണ്ടാക്കി കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും ഓർക്കണം, ഇത് വലിയൊരു ദൈവിക പ്രവൃത്തിക്ക് മുന്നോടിയാണ്. ഇത് ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ളൊരു പ്രവർത്തനം ഇവിടെ വരാൻ മുന്നോടിയായിട്ടുള്ളൊരു അനുഭവമാണ്. ഇവിടെ ദൈവത്തിന് സാക്ഷിയായിട്ട് മാറാൻ ഒരവസരം കർത്താവ് ഒരുക്കുകയാണ്. എൻ്റെ വിശ്വാസം വളർത്താൻ, എൻ്റെ വിശുദ്ധി വളർത്താൻ, മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരു പടി കൂടെ ഉയർന്ന് ചിന്തിച്ചാൽ ദൈവത്തിൽ വീണ്ടും ആശ്രയിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരുക്കുന്ന കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങളാണ്. ഓരോ കൊടുങ്കാറ്റും കർത്താവിൻ്റെ കരം പിടിക്കാൻ അവസരങ്ങളാക്കി നമുക്ക് മാറ്റേണ്ടതുണ്ട്. വിശുദ്ധാത്മാക്കളൊക്കെ അങ്ങനെയായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങളെയൊക്കെ അവർ കൃപയിൽ നിൽക്കാൻ, വിശുദ്ധിയിൽ നിൽക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ അവസരമാക്കി അവർ മാറ്റുകയായിരുന്നു. മരിയ ഗൊരേത്തിനെ ഓർക്കുന്നില്ലേ? ചെറിയ പ്രായത്തിലല്ലേ അവൾ മരിച്ചു പോയത്? ചെറിയ പ്രായത്തിൽ വലിയൊരു കൊടുങ്കാറ്റായിരുന്നു, മരണം മുന്നിൽ കാണുന്ന ഒരു കൊടുങ്കാറ്റ്, പാപം ചെയ്യാനുള്ള ഒരു അവസ്ഥ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. പക്ഷേ അവൾ ചെറിയ രീതിയിൽ പോലും അതിനോട് സഹകരിച്ചിട്ട് ജീവിതം കൊടുക്കേണ്ടി വന്നു. ആ കൊടുങ്കാറ്റിൽ അവൾ തകർന്നു. പക്ഷേ അവളുടെ ജീവിതം സ്വർഗത്തിൽ വലിയൊരു നേട്ടമായി. അതിനങ്ങ് അതിജീവിക്കുകയാണ്. മരണത്തെ മുന്നിൽ കണ്ടിട്ട് പോലും ആ കൊടുങ്കാറ്റിനെ അവൾ അങ്ങ് അതിജീവിക്കുകയാണ്. ആ കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ അവൾ ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അവൾ മരിച്ചുവെങ്കിലും സ്വർഗത്തിൽ അവളുടെ ജീവിതം അവൾ ആരംഭിക്കുകയാണ്. ഇന്ന് സഭയിൽ, നമ്മുടെ കത്തോലിക്ക സഭയിൽ അൾത്താരകളിൽ വണങ്ങപ്പെടുന്ന അവസ്ഥയിൽ ഈ മകൾ ഉയർന്നു എങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഈ കൊടുങ്കാറ്റിൻ്റെ അവസ്ഥയിലും അവൾ ക്രിസ്തുവിനെ കണ്ടു, അവൾ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നു. ആ കാരണത്താൽ തന്നെ ആ സഹോദരിയെ ഇന്നും നമ്മൾ വലിയ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ആ സഹോദരിയെ ഇന്നും മാതൃകയായിട്ട് സ്വീകരിക്കുന്ന ആ ജീവിത മാതൃക ഒരുപാട് പേർക്ക് ശക്തിയാണ്. പ്രിയമുള്ള സഹോദരി, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരട്ടെ, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ, ഓർക്കാപ്പുറത്ത് രോഗങ്ങൾ വരട്ടെ, ഓർക്കാപ്പുറത്ത് ജോലി നഷ്ടപ്പെടട്ടെ, ലക്ഷങ്ങൾ കോടികൾ കടബാധ്യത വരട്ടെ, മക്കൾ മുഴുവനും ഒരു അവസ്ഥയിൽ എത്തിച്ചേരാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വീട്ടിലുള്ളതെങ്കിലും മനസ്സ് തളരല്ല, നിർത്താതെ വിളിക്കുക, കർത്താവേ രക്ഷിക്കണേ, കർത്താവേ രക്ഷിക്കണേ. നിൻ്റെ കർത്താവ് കരം നീട്ടുന്നൊരനുഭവം നിൻ്റെ കുടുംബത്തിലുണ്ടാവും, നിൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടാവും. ഈശോ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ അങ്ങയെ കാണാൻ, അങ്ങയെ കേൾക്കാൻ, അങ്ങയുടെ സാന്നിധ്യം നുകരാൻ
എപ്പോഴും സഹായിക്കണേ. കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ, മനസ്സ് തളർന്നു പോകാതെ, പരിഭവം കാണിച്ചും പരാതി പറഞ്ഞും പെറുപെറുത്തും ചോദ്യം ചെയ്തും മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുത്തിയും മുന്നോട്ട് നീങ്ങാതെ കൂടുതൽ ആത്മീയ ശക്തിയുള്ളവരായി മാറാൻ, ആത്മബലത്തോടെ മാത്രം മുന്നോട്ട് നീങ്ങാൻ, എപ്പോഴും യേശുവിനെ വിളിക്കുന്നവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണേ. ഈശോയെ, എപ്പോഴും നീ കൂടെ ഉണ്ടാകണേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.